കന്നഡ വ്യാപാര രംഗത്ത് 4 പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എജെ ഒപ്റ്റിക്കൽസ്. എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു. എജെ ഒപ്റ്റിക്കൽസ്, ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ്, ഓട്ടുപാറ. ഫോൺ നമ്പർ 6282021099. വടക്കാഞ്ചേരി നഗരസഭ അധികൃതരുടെ പ്രഖ്യാപനം നടപ്പായില്ല. കൊടും വേനലിൽ ബസ് കാത്തു നിൽക്കുന്ന യാത്രികർക്ക് ജനകീയ ബസ് സ്റ്റോപ്പ് ഒരുക്കി വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർമാർ. ഒരു വർഷം മുമ്പ് നടപ്പാക്കിയ വടക്കാഞ്ചേരി നഗരത്തിലെ ഗതാഗത പരിഷ്കരണത്തിൽ പെരുവഴിയിലായ ബസ് യാത്രികർക്ക് മഴയും വെയിലും കൊള്ളാതിരിക്കുവാൻ താൽക്കാലിക സംവിധാനം ഒരുക്കി വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ. പ്രായമായവരും കുട്ടികളുമടക്കം കഠിനമായ വേനലിൽ ബസ് കാത്തു നിൽക്കുന്നത് കണ്ട് മനസ്സലിഞ്ഞാണ് ഓട്ടോ ഡ്രൈവർമാർ തണലൊരുക്കുവാൻ ജനകീയ ബസ് സ്റ്റോപ്പ് ഒരുക്കിയത്. ഷൊർണൂർ ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്ന സ്വകാര്യ ബസ്സുകൾ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ കയറാതെ പഴയ പാതയിലൂടെ വൺവേയായി PWD റെസ്റ്റ് ഹൌസ് വഴി പോകണമെന്ന് കഴിഞ്ഞ വർഷം നടപ്പാക്കിയ ഗതാഗത പരിഷ്കരണത്തിന്റെ ഭാഗമായി അധികൃതർ നിർദ്ദേശിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന യാത്രക്കാരെല്ലാം ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള റോഡിലാണ് ബസ് കാത്തു നിന്നിരുന്നത്. ഇവിടെ ബസ് സ്റ്റോപ്പ് പണിയണമെന്ന നിരന്തരം ആവശ്യമുയർന്നുവെങ്കിലും ഉടൻ വരുമെന്ന പതിവ് പല്ലവിയല്ലാതെ ബസ് സ്റ്റോപ്പ് മാത്രം ഉയർന്നു വന്നില്ല. വേനൽ രൂക്ഷമായതോടെ വയോധികർ ഉൾപ്പെടെയുള്ള യാത്രക്കാർ തലചുറ്റി വീഴുകയും കൊടും വേനലിൽ കയറി നിൽക്കാൻ ഇടമില്ലാതാവുകയും ചെയ്തതോടെ വടക്കാഞ്ചേരി സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർമാർ ജനകീയ ബസ് സ്റ്റോപ്പുമായി രംഗത്തെത്തുകയായിരുന്നു. സ്റ്റോപ്പ് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഈ എരിവയിലത്ത് ഈ വയസ്സായ ആൾക്കാർ, വയസ്സായ സ്ത്രീ കുട്ടികളൊക്കെ ആയിട്ട് വന്ന് ബസ് കാത്തു നിൽക്കുമ്പോൾ ഇപ്പം ഈ തൃശ്ശൂർ ബസ് ഇതിൽ തിരിഞ്ഞ് കയറണം എന്നുള്ള ഒരു സമയം വന്നപ്പോൾ തൊട്ട് തുടങ്ങിയ ഇതത് അതുവരെ അവിടെയായിരുന്നു. അപ്പോൾ തൃശ്ശൂർ ചില ബസ്സുകൾ അതിലേ കയറി പോവും, ചില വണ്ടികൾ ഇതിലേ കയറി പോവും. അപ്പോൾ കുട്ടികളെ എടുത്തിട്ട് ഈ വയസ്സായവർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുകയാണ്. അപ്പോൾ ഈ വെയിലും മഴയൊക്കെ കൊള്ളണ ഇത് കണ്ടപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഷെഡ് പോലൊരു മറ തൽക്കാലത്തേക്ക് അങ്ങനെ വെച്ച് കെട്ടി കൊടുത്തതാണ്. അത് മുനിസിപ്പാലിറ്റിയുടെയും സർക്കാരിൻ്റെ ഒന്നും ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അവരൊക്കെ ഇത് മുൻകൈ എടുത്ത് എന്തെങ്കിലും ഒരു ചെറിയൊരു ഷെഡ് പോലെ ഉണ്ടാക്കി കൊടുക്കാൻ, ഈ മഴക്കാലം വരാൻ പോണത്. അപ്പോൾ ആൾക്കാർക്കൊരു ഗുണമാവും. അങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് ഞങ്ങളുടെ ആഗ്രഹമുണ്ട്. സ്റ്റാൻഡിലെ മുതിർന്ന ഓട്ടോ ഡ്രൈവറായ മംഗളം സ്വദേശി കൃഷ്ണനാണ് മുതൽ മുടക്കില്ലാതെ വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കുവാനുള്ള ആശയം മുന്നോട്ട് വെച്ചത്. നോ പാർക്കിംഗ് ബോർഡുകളും ശീമക്കൊന്ന മരത്തിന്റെ കമ്പുകളും രാഷ്ട്രീയ പാർട്ടിക്കാർ ഉപയോഗിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകളും ഒടിഞ്ഞ KSEB പോസ്റ്റുമെല്ലാം ഉപയോഗിച്ചാണ് ജനകീയ ബസ് സ്റ്റോപ്പിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. അവധി ദിവസങ്ങളിലൊഴികെ മറ്റു ദിവസങ്ങളിലെല്ലാം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കാഴ്ചയ്ക്ക് വലിയ ഇമ്പമില്ലെങ്കിലും കിട്ടുന്ന തണൽ വലിയ ആശ്വാസമായാണ് വഴിയാത്രക്കാർ ബസ് സ്റ്റോപ്പിനെ കാണുന്നത്. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് കെട്ടിത്തന്ന ഒരു സഹായമായി ഞങ്ങൾക്ക്. ബസ് കാത്തു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. തങ്ങൾ നിർമ്മിച്ച ജനകീയ ബസ് സ്റ്റോപ്പ് കണ്ടെങ്കിലും അധികാരികൾ കണ്ണു തുറന്ന് യാത്രക്കാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് ഓട്ടോ ഡ്രൈവർമാർ പറയുന്നത്. വടക്കാഞ്ചേരി ബസ് സ്റ്റോപ്പ് ജനങ്ങൾക്ക് ആവശ്യമായ ബസ് സ്റ്റോപ്പിൽ ഇനി മഴക്കാലമാണ് വരാൻ പോണേ. കണ്ട കാലം വെയിൽ കൊണ്ട് ജനങ്ങൾ ഇരുന്നു, പക്ഷേ ഇനി മഴ കൊണ്ടിരിക്കേണ്ട ഒരു കാലഘട്ടം വരാൻ പോണേ. അതുകൊണ്ട് ബസ് സ്റ്റോപ്പ് എത്രയും പെട്ടെന്ന് വേണം എന്നാണ് ഇവിടുത്തെ ഓട്ടോ കൂട്ടായ്മയുടെ അഭിപ്രായം. ഇവിടെയുള്ള ബസ് സ്റ്റോപ്പിലേക്കാണ് ജനങ്ങളൊക്കെയും ഫ്രൂട്ട്സ് കടയുടെ മുന്നിലും കടകളിലൊക്കെയാണ് കയറി നിൽക്കുന്നത്. ജനങ്ങൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടിയിട്ടാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. തദ്ദേശ ഭരണ വകുപ്പൊക്കെയും ഇന്നൊരു നടപടി ഉണ്ടായിട്ടില്ല. ഭയങ്കര മോശമാണ്, ഭയങ്കര അവസ്ഥയാണ്. VCV ന്യൂസ്, വടക്കാഞ്ചേരി.